കഴിഞ്ഞ കുറച്ചു നാളുകളായി ഒരു ദുസ്വപ്നത്തിലൂടെയായിരുന്നു റിങ്കു സിംഗ് കടന്നുപോയിരുന്നത്. ഫോമിന്റെ ഏറ്റവും വലിയ തകർച്ച നേരിട്ട ഈ സീസണിൽ റൺസ് കണ്ടെത്താൻ പാടുപെടുന്ന ഒരു നിഴൽ മാത്രമായിരുന്നു അയാൾ. ഗുജറാത്തിനെതിരെയുള്ള കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗ് ഓർഡറിൽ ഏഴാമനായി ഇറങ്ങേണ്ടി വന്നതും വെറും ഒരു റൺസ് എടുത്ത് തലകുനിച്ച് മടങ്ങിയതും ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയം തകർക്കുന്ന കാഴ്ചകളായിരുന്നു. പലരും ആ പ്രതിഭയെ എഴുതിത്തള്ളി. ടീം മാനേജ്മെന്റിന് പോലും വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് തോന്നിച്ച ആത്മവിശ്വാസം പൂർണ്ണമായും ചോർന്നു പോയ ഇരുണ്ട ദിനങ്ങളായിരുന്നു കഴിഞ്ഞുപോയത്. എന്നാൽ ഇന്ന് ഈഡൻ ഗാർഡൻസിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ കണ്ടത് ചരിത്രപരമായ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. 156 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മുൻനിര വീണ്ടും തകർന്നടിഞ്ഞപ്പോൾ ഈ സീസണിലെ 6ാം തോൽവി മുന്നിൽ കണ്ട് ഗാലറി നിശബ്ദമായി. വിക്കറ്റുകൾ കൊഴിഞ്ഞുപോയ ആ അതിതീവ്രമായ പ്രതിസന്ധി ഘട്ടത്തിലാണ് തൻ്റെ ഉള്ളിലെ പോരാളിയെ വിളിച്ചുണർത്തിക്കൊണ്ട് കൊൽക്കത്തയുടെ വിശ്വസ്തനായ ഫിനിഷർ വീണ്ടും ക്രീസിലെത്തുന്നത്. തകർച്ചയുടെ വക്കിൽ നിന്നും അനുകുൽ റോയിയെ കൂട്ടുപിടിച്ച് റിങ്കു പടുത്തുയർത്തിയ രക്ഷാപ്രവർത്തനം സമാനതകളില്ലാത്തതായിരുന്നു. 16 പന്തിൽ 29 റൺസ് അടിച്ചുകൂട്ടി അനുകുൽ റോയ് മറുവശത്ത് വമ്പൻ ഷോട്ടുകളിലൂടെ സമ്മർദ്ദം കുറച്ചപ്പോൾ റിങ്കു തൻ്റെ നഷ്ടപ്പെട്ട താളം തിരികെ പിടിക്കുകയായിരുന്നു. 8 റൺസിൽ നിൽക്കെ ലഭിച്ച ജീവദാനം ആ ഇന്നിംഗ്സിന്റെ ഗതി മാറ്റിമറിച്ചു. അവിടെ നിന്നും നാം കണ്ടത് ആ പഴയ വിൻറ്റേജ് റിങ്കുവിനെയാണ്. യാതൊരു ഭയവുമില്ലാതെ രാജസ്ഥാൻ ബൗളർമാരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച ആ പഴയ കൊൽക്കത്തക്കാരനെ. 34 പന്തിൽ 5 ഫോറുകളും 2 കൂറ്റൻ സിക്സറുകളും സഹിതം പുറത്താകാതെ 53 റൺസ് നേടി കൊൽക്കത്തക്ക് ഈ സീസണിലെ ആദ്യ വിജയം സമ്മാനിച്ചാണ് അയാൾ കളം വിട്ടത്. ഇത് വെറുമൊരു വിജയമായിരുന്നില്ല, മറിച്ച് തന്നെ സംശയിച്ചവർക്കുള്ള ചുട്ട മറുപടിയായിരുന്നു. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് തലകുനിച്ച് നടന്നവരിൽ നിന്നും സ്വന്തം ടീമിനെ വിജയ തീരമണിയിച്ച യഥാർത്ഥ രക്ഷകനിലേക്കുള്ള മാറ്റമായിരുന്നു. രവീന്ദ്ര ജഡേജയുടെ ഒരു ബോളിൽ ഒരു ബ്രെയിൻലെസ് ഷോട്ടിന് റിങ്കു പോകുന്നു. പന്തുയർന്നു പൊങ്ങിയപ്പോൾ മനസ്സിൽ കരുതി ഇയാൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്ന്. എന്നാൽ ആ ക്യാച്ച് ഡ്രോപ്പ് ആവുന്നു. പിന്നീട് അങ്ങോട്ട് കാണുന്നത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ബാറ്റ് ചെയ്യുന്ന റിങ്കുവിനെയാണ്. അനുകുൽ റോയ് കൃത്യമായ സപ്പോർട്ട് കൊടുത്തു. രണ്ടാമത്തെ ടൈം ഔട്ടിന് ശേഷം 30 ബോളിൽ 59 റൺസായിരുന്നു ടാർഗറ്റ്. പിച്ച് ബോളേഴ്സിന് കാര്യമായ സഹായം നൽകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അല്പം വളരെ ബുദ്ധിമുട്ടേറിയ ടാസ്കായാണ് തോന്നിയത്. എന്നാൽ ടൈം ഔട്ടിന് ശേഷം എറിയാനെത്തിയ രാജസ്ഥാൻ സ്ട്രൈക്ക് പിന്നർ ബിഷ്ണോയിയെ റിങ്കു വെൽക്കം ചെയ്തത് തന്നെ കിടിലനൊരു സിക്സറിലൂടെയായിരുന്നു. ആ ഒരു ഷോട്ടിൽ കളിയുടെ ട്യൂൺ റിങ്കു സെറ്റ് ചെയ്തു. കൂടെ കളിച്ച അനുകുൽ റോയ് കൂടെ സ്കോർ ചെയ്യാൻ തുടങ്ങിയതോടെ കൊൽക്കത്ത ആദ്യ വിജയം നേടുമെന്ന് തന്നെ തോന്നി തുടങ്ങി. തൻ്റെ രണ്ടാമത്തെ സ്പെല്ലറിയാനെത്തിയ ജോഫ്ര ആർച്ചറിന്റെ ഒരു സ്ലോ ബോൾ ബൗൺസർ ഷോർട്ട് ഫൈൻ ലെഗിലേക്ക് ഹുക്ക് ചെയ്ത് വിട്ട റിങ്കു ഈ കളി പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ശേഷം ഒരു കിടിലൻ ബൗണ്ടറി കൂടെ. ഇടുക്ക് വന്ന ബ്രിജേഷ് ശർമ്മ കാര്യമായ ട്രബിൾ സൃഷ്ടിച്ചെങ്കിലും അനുകുൽ റോയ് സന്ദർഭത്തിനനുസരിച്ച് ഉയർന്നതുകൊണ്ട് തന്നെ രാജസ്ഥാൻ കളിയിൽ തന്നെ നിന്നു. 19ാം ഓവർ ആർച്ചറിനെതിരെ അനുകുൽ റോയ് തൂക്കിയ സിക്സർ അതൊന്നൊന്നര സിക്സർ ആയിരുന്നു. അവസാന ഓവറിൽ റിങ്കു തന്റെ ആദ്യ 2 ബോൾ ബൗണ്ടറിയിലേക്ക് പായിച്ചുകൊണ്ട് സ്കോർ ലെവൽ ചെയ്യുന്നു. അടുത്ത ബോൾ ഒരു ലെഗ് ബൈ റണ്ണിന് ശ്രമിക്കാമായിരുന്നുവെങ്കിലും റിങ്കു അത് വേണ്ടെന്ന് വെച്ചു. കാരണം അയാൾക്ക് അയാളുടെ തിരിച്ചുവരവ് ലോകത്തിനെ അറിയിക്കേണ്ടതുണ്ടായിരുന്നു. അടുത്ത ബോൾ ഹുക്ക് ചെയ്ത് ഒരു സിക്സറിന് പറത്തി ഈ സീസണിലെ കൊൽക്കത്തയുടെ ആദ്യ വിജയം റിങ്കു രാജകീയമായി ആഘോഷിച്ചു.